ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പണ്ട് നമ്മുടെ കാർന്നമാരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ സദ്യകൾക്കൊക്കെ വിളമ്പാറുള്ള സർലാസാണ്. സർലാസ് പണ്ട് സദ്യകൾക്ക് തയ്യാറാക്കിയിരുന്നത് സവാളയും നാളികേരപ്പാലും കുരുമുളക് പൊടി ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ്. കാലങ്ങൾക്ക് ശേഷമാണ് അത് സാലഡായി മാറിയത്. അപ്പോഴാണ് നമ്മൾ തൈര് അല്ലെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് ഡിഫറെൻറ്റ് ടൈപ്സിൽ നമ്മൾ സാലഡുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ നമുക്ക് പണ്ട് നമ്മുടെ കാർന്നമാരുണ്ടാക്കിയിട്ടുള്ള ഈ സർലാസ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിലേക്ക് നമുക്ക് അല്പം ഉപ്പിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി അതിൻ്റെ വെള്ളം കളയണം. നന്നായി തിരുമ്മണം കേട്ടോ, എന്നാലേ സവാള നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിത് നന്നായി തിരുമ്മി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞ് കളയണം. ഉണ്ടോ, ഇപ്പോൾ ഞാൻ സവാളയുടെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞു. നോക്കിയപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടി കണ്ടോ സവാള. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. അത് കാന്താരിമുളകാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഞാനിപ്പോൾ കാന്താരിമുളകാണ് എടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ പച്ചമുളക് ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കാന്താരിമുളക് ഒന്ന് രണ്ടായി കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ, അതിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാട്ടോ. ഇനി നമുക്കിതിലേക്ക് അല്പം വിനീഗർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് സിന്തറ്റിക് വിനീഗർ അല്ല കേട്ടോ, നമ്മുടെ നാടൻ തെങ്ങിൽ നിന്നുണ്ടാക്കുന്ന വിനാഗിരിയാണ്. ഇപ്പോൾ തെങ്ങിൽ നിന്നുണ്ടാക്കുന്ന വിനാഗിരിനെ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, സിന്തറ്റിക് ഉപയോഗിക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അവസാനമായി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് 1 പാലാണ്. അത് നമ്മൾ സവാള എടുത്തിരിക്കുന്നത് അനുസരിച്ച് വേണം കേട്ടോ പാൽ ഒഴിച്ചു കൊടുക്കാൻ. ഞാനിവിടെ 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ നാളികേരപ്പാൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സവാള കൂടുതലും നാളികേരപ്പാൽ കുറവുമാകാൻ പാടില്ല, നാളികേരപ്പാൽ കൂടുതലും സവാള കുറവുമാകാൻ പാടില്ല. രണ്ടും ഏകദേശം കണ്ടോ ഒരേപോലെ വരണം. ഇനി നമുക്കിതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് ഒരല്പം കുറവുണ്ട്, അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സർലാസ് റെഡിയായിട്ടോ. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള സർലാസ് ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഈസ്റ്ററിന് ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഇതുണ്ടാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.